ഹലോ, ഞാൻ സാദിർ തലപ്പുഴ, വയനാട്ടുകാരനാണ്. കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ കാവ്യമിത്രം സൗഹൃദ കൂട്ടായ്മയിലെ എല്ലാ സൗഹൃദങ്ങൾക്കും എൻ്റെ നമസ്കാരം. ജീവിതത്തോടുള്ള സർഗാത്മകമായ ഇടപെടലാണ് എഴുത്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജീവിതത്തോടുള്ള കാവ്യാത്മകമായ ഇടപെടലാണ് കവിത എന്നും. ഏറെ സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത് കൂടുതൽ പേർ ഈ തിരിച്ചറിവിലൂടെ ഇന്ന് ജീവിതത്തെ കാവ്യാത്മകമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജീവിതത്തെ കാവ്യാത്മകമായി കണ്ടു തുടങ്ങുന്നതിലൂടെ കൂടുതൽ കവിതകൾ ഉണ്ടാവുന്നുണ്ട്, കൂടുതൽ കവികൾ ഉണ്ടാവുന്നുണ്ട്. കവിതകൾ ഉണ്ടാവുന്നതും കവികൾ ഉണ്ടാവുന്നതും ഒരു മോശം കാര്യമല്ല എന്ന് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ കൂട്ടായ്മയിലൂടെ കൂടുതൽ ഇഴയടുപ്പത്തോടു കൂടിയുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ, നല്ല നല്ല കവിതകൾ ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനിങ്ങനെ വിചാരിക്കുന്നത്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഭൂമി എന്ന് പറയുന്നത് ഒരു ഗോളമാണ്. അത് ഭൂമിശാസ്ത്രമാണ്. ഭൂമി എന്നത് ഗോളമാണ് എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രമാണ്. എന്നാൽ ഭൂമിയെ അമ്മയാണെന്ന് പറയുമ്പോഴോ അത് കവിതയായി മാറുന്നു. കവിതയെ ഇങ്ങനെ കാണുവാനാണ് എനിക്ക് ആഗ്രഹം. ഈ കിളിവാതിൽ തുറന്ന് നോക്കലാണ് യഥാർത്ഥ കവി ചെയ്യേണ്ടത്. യാഥാർത്ഥ്യത്തിൽ നിന്നും കവിതയിലേക്കുള്ള അകലം എന്ന് പറയുന്നത് ഒരു കിളിവാതിൽ ദൂരം മാത്രമേ ഉള്ളൂ. ആ കിളിവാതിൽ തുറന്ന് കൂടുതൽ പേർ ഈ സൗഹൃദ കൂട്ടായ്മയിലൂടെ കവിതയുടെ വഴിയിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഞാനൊരു കവിത പറയാം. അക്വേറിയം എന്ന ഒരു കവിത. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കും. സ്കൂൾ തുറന്നാൽ നഗരത്തിൽ അക്വേറിയങ്ങൾ ചലിക്കും. സെൻറ് മേരീസ്, ഡെസേർട്ട് ബ്ലൂംസ്, വാദി ഹുദ, ശ്രീശങ്കര എന്നിങ്ങനെ അക്വേറിയങ്ങൾ നിരവധി. രാവിലത്തെ ട്യൂഷൻ്റെ പെരുപ്പിൽ മുനിഞ്ഞു നിൽക്കുന്ന മീൻകുഞ്ഞുങ്ങളെ അമ്മമാർ അക്വേറിയത്തിൽ പിടിച്ചിടും. അക്വേറിയങ്ങൾ ജൂൺ മഴയിലൂടെ ഒഴുകി ക്ലാസ്സിൻ്റെ ഡോർ ഫ്രെയിമിൽ ബ്രേക്കിടും. മീൻകുഞ്ഞുങ്ങൾ ക്ലാസ്സിലേക്ക് ഒഴുകും. വൈകിട്ട് അക്വേറിയത്തിലേക്ക് തിരിച്ചും. വീട്ടിൽ 5-6 പൂച്ചകൾ കാത്തിരിപ്പുണ്ട് മീൻകുഞ്ഞുങ്ങളെ വിഴുങ്ങാൻ. ഡാൻസ് പൂച്ച, കണക്ക് പൂച്ച, ഇംഗ്ലീഷ് പൂച്ച എന്നിങ്ങനെ. സുഹൃത്തെ, ഇനി കഥ പറയുമ്പോൾ 7 ആകാശങ്ങളെക്കുറിച്ച് പറയരുത്. ഒരാകാശത്തിന് തന്നെ കുഞ്ഞുങ്ങളെ കാണാൻ കിട്ടുന്നില്ല. പിന്നെയാണോ നിൻ്റെ 7 ആകാശം എന്ന ഒരു കവിത പറഞ്ഞുകൊണ്ട് ഈ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.